ഹാപ്പി ഈസ്റ്റർ പറ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. നമ്മള് കുഞ്ഞെന്തിയെ ഒരു ബേബി എലിഫന്റ് ഒക്കെ ഉണ്ട്, അതിനെ നോക്കിയിരിക്കുക. നമ്മള് പുതിയൊരു സാധനം ട്രൈ ചെയ്യാൻ പോവാ. ഫുഡ് അല്ലേ? പിന്നെ അത് നസ്രാണി സദ്യയോ? ബ്ലോക്ക് എല്ലാ ബ്ലോക്കാ. മുന്നിൽ ബ്ലോക്ക്, മൂക്ക് ബ്ലോക്ക്, എന്തൊക്കെ ബ്ലോക്കാണോ. Thank God. ബേബി എലീസ ഇങ്ങോട്ട് നോക്കിക്കേ. അയ്യ, എങ്ങോട്ട് പോവാനോ? ഫുഡ് അടിക്കാൻ പോവാനോ? ആണോ? അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചായ ചോക്കിലോട്ട്. അവിടെ എത്തിയ പാടെ കൊച്ചിനാദ്യം പാല് കൊടുത്ത് കൊച്ചിനെ സെറ്റപ്പ് ആക്കി അവിടെ നന്നായിട്ട് ഇരുത്തി കിടത്തിയപ്പോഴത്തേക്കതാ നമ്മുടെ ഫുഡ് എത്തി ഗൈസ്. ഇതൊരു ഡിഷല്ല, ഉപ്പുതൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ. ഇത് രുചികളുടെ ഒരു മേളം, ഒരു പെരുന്നാൾ പോലെ. ചിക്കൻ കട്ട്ലറ്റിൽ തുടങ്ങിയതാ, പായസം വരെ, കള്ളപ്പം, ചിക്കൻ സ്റ്റ്യൂ, ഡക്ക് റോസ്റ്റ്, തേങ്ങ അരച്ച മീൻകറി, ബീഫ് കോക്കനട്ട് ഫ്രൈ, ക്യാബേജ് തോരൻ, മോരുകറി, പിന്നെ എന്നാ വേണം. ഞങ്ങളുടെ ഈസ്റ്റർ ലഞ്ച് അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ രൂപവും ഭാവവും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. എങ്ങനെയുണ്ടായിരുന്നു നസ്രാണി സദ്യ? എങ്ങനെയുണ്ടായിരുന്നു? കൊച്ചിന് അവിടെ സീറ്റ് ഇഷ്ടപ്പെട്ടു, അടിപൊളി സീറ്റ്, കിടന്ന് എൻജോയ്. അപ്പൊ ഈസ്റ്ററിൽ ഞങ്ങൾ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കാതെ ഞങ്ങൾ ചായ ചോക്കിൽ പോയി എൻജോയ് ചെയ്തു. അപ്പൊ നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ഈസ്റ്റർ എൻജോയ് ചെയ്തതെന്ന് കമന്റ് പറയാ. ചാവ് ചാവ്.